സുദാശൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവിനെ സേവിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഈ രാത്രിയിൽ ഈ മീൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവങ്ങളെ കൊണ്ട് വിപുലമായിരുന്ന ഒരു പ്രഭാതം നമ്മളെ വിട്ട് കടന്നു പോകാനിടയായി. ഈ രാത്രിയുടെ യാമത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മോട് സംസാരിപ്പാൻ, അവന്റെ ശബ്ദം കേൾപ്പിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് ഏറെ പ്രിയപ്പെടുന്നു. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് എന്ന ഒരു ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് സംസാരിക്കാനായി, ഒരുമിച്ച് ചിന്തിപ്പാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കരുതുന്ന ദൈവം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്ത് തരും. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് എന്നുള്ളതിനെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ചത്. അവിടെ പൗലോസ് പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്ത് തരുവാൻ ഇടയായിത്തീരും. നമ്മുടെ ദൈവം തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്ക് വേണ്ടിയും കരുതുന്ന ദൈവമാണ്. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം 5-ാം അധ്യായം 6-7 വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ഇവിടെ തന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പത്രോശ്ലീഹ പറയുകയാണ്, ദൈവം എനിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാണ്. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും. എന്റെ ദൈവമോ, പൗലോസ് പറയുന്ന ആ പദം ശ്രദ്ധേയമായ പദമാണ്. ദൈവം അത് എന്റെ ദൈവമാണ്. എന്റെ ദൈവം നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്റെ ദൈവം ബുദ്ധിമുട്ട് മുഴുവനും അറിഞ്ഞ് അതിനെ പരിഹരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് ചെറുതല്ല, ദൈവത്തിന്റെ കരുതൽ വലുതാണ്. ദൈവം കരുതുന്ന ദൈവമാണ്. നിരവധിയായ വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നിരത്തി നമുക്ക് ചിന്തിക്കുവാൻ ഉണ്ട്. ദൈവം കരുതുന്ന ദൈവമാണ്. എങ്ങനെയാണ് ദൈവം കരുതുന്നത്? എങ്ങനെയാണ് ദൈവം കരുതുന്നത്? ആർക്കു വേണ്ടിയാണ് ദൈവം കരുതുന്നത്? ആരെയാണ് ദൈവം കരുതുന്നത്? എല്ലാ വിഷയങ്ങളും നമുക്ക് ഒന്ന് വേഗത്തിൽ ഉള്ള സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനിടയായി തീരട്ടെ. ഒന്ന്, ദൈവം കരുതുന്ന ദൈവമാണ്. കരുതുന്ന ദൈവം. സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പരിപാലിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്നേഹസ്വരൂപനാണ് ദൈവമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാം ശരിയാണ്. അപ്പോൾ തന്നെ പറയുന്ന ഒരു ഭാഗമാണ് ദൈവം കരുതുന്ന ദൈവമാണ്. എല്ലാം കരുതുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിനെല്ലാം കരുതുവാൻ കഴിയും. അതാണ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിന് കരുതുവാൻ പറ്റും. കാരണം നമ്മുടെ ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. ദൈവത്തിന് കരുതുവാൻ കഴിയും.
ദൈവത്തിന് എങ്ങനെയാണ് കരുതാൻ സാധ്യമാകുന്നത്? പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും, ഒന്ന്, ബുദ്ധിമുട്ടുള്ളത് ആർക്കാണോ അവർക്ക് വേണ്ടി ദൈവം കരുതുകയാണ്. ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി. ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ പല ഭാഗങ്ങളുണ്ട്. ബുദ്ധിമുട്ടുക എന്ന് പറയുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നവരെന്ന് നമ്മൾ പറയുമല്ലോ, പ്രയാസം അനുഭവിക്കുന്നവർ. പ്രയാസം അനുഭവിക്കുന്ന, ഏതു വിധത്തിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്റെ ദൈവം എന്ന് പൗലോസ് എടുത്തു പറയുക. എന്റെ ദൈവം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദൈവം തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു. ദൈവത്തിന്റെ മഹിമാധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു പൊസിഷനുണ്ട്, ദൈവത്തിനൊരു മഹത്വമുണ്ട്, അതിനൊത്തവണ്ണമാണ് പ്രവർത്തിക്കുന്നത്. സിമ്പിളായ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കളക്ടർ തന്റെ മകന് വേണ്ടി കരുതുന്നത്, ഒരു ഡോക്ടർ തന്റെ മക്കൾക്ക് വേണ്ടി കരുതുന്നത്, സമൂഹത്തിലെ ഉന്നതനായ ആളുകൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരുതുന്നത്, ധനാഢ്യനായ ഒരു മനുഷ്യൻ തന്റെ മക്കൾക്ക് വേണ്ടിയോ തന്റെ പിൻതലമുറക്കാർക്ക് വേണ്ടിയോ കരുതി വയ്ക്കുന്നത്, അത് അവരുടെ പൊസിഷൻ അനുസരിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്കനുസരിച്ചാണ് അവര് കരുതി വയ്ക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ ഒന്നും കരുതി വെക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ സാധാരണ ജീവിതം നയിക്കുന്ന അന്നുള്ള ആ ജീവിതത്തിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി ഒന്നും കരുതി വെക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതിനകത്തും 1% പിടിച്ച് കരുതി വെച്ച് അതിനകത്തു നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധ്യമാകും. അപ്പൊ കരുതുക, അടുത്ത ഒരു ജനറേഷന് വേണ്ടി കരുതുക, അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുക, അതൊരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതില്ലായ്മയിലാണ് കരുതുന്നത്, ഇല്ലായ്മയിൽ കരുതുക. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത്, എന്റെ ദൈവം അങ്ങനെ ഇല്ലായ്മയിൽ കരുതല്ല. എന്റെ ദൈവമോ, ആ ദൈവത്തെക്കുറിച്ച് പൗലോസ് പറയുന്ന ഒരു പദം ഇങ്ങനെ, ദൈവം തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു. എന്റെ ദൈവം ആരാന്നറിയാമോ? എന്റെ ദൈവം മഹിമാധനം, ധനം, ആ ധനത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് സാധാരണ കാര്യത്തിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വരുന്ന ആളുകൾ ധനാഢ്യനാകട്ടെ, അത് സാധാരണ മനുഷ്യരാകട്ടെ, ഒന്നുമില്ലാത്ത ദരിദ്രനാകട്ടെ, പക്ഷെ ദൈവം സമ്പന്നനാണ്. ആ സമ്പന്നനായ ദൈവം ഏത് വ്യക്തിക്ക് വേണ്ടിയും, ഇനി ഒരു ധനാഢ്യന് വേണ്ടിയും അവനും ധനം ആവശ്യമാണെങ്കിൽ അത് കൊടുക്കാൻ ദൈവത്തിന് കഴിയും. ഫിസിക്കലി ഉള്ള കാര്യത്തിൽ, ആത്മീയപരമായ കാര്യത്തിലാണെങ്കിൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുപോലെ ദരിദ്രന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നു, നിങ്ങൾ രോഗിയാണോ, നിങ്ങൾ മറ്റേതെങ്കിലും നിലയിൽ ആത്മാവിൽ നിങ്ങൾ ദരിദ്രരാണോ? അങ്ങനെ ദാരിദ്ര്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദാരിദ്ര്യത്തെ മാറ്റുവാൻ കർത്താവിന് കഴിയും. ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തെയോ അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന യഹൂദ ജനത്തെയൊക്കെ നോക്കി കർത്താവ് പറഞ്ഞതാണ്. അവർക്ക് നിത്യജീവനെ കുറിച്ചും അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം, എന്നാൽ അവർ ആത്മാവിൽ ദരിദ്രന്മാരായി തീർന്നു. ആ ദാരിദ്ര്യത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയുമെന്നുള്ള കാര്യം അവിടെ കർത്താവ് തന്നെ തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുകയാണ്. ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, എന്റെ ദൈവം, എന്റെ ദൈവത്തിന് വലിയ ധനമുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ ആവശ്യമായി അല്ല, നിങ്ങളുടെ വലിയ ആവശ്യങ്ങളുമായി നിങ്ങൾ വന്നാൽ ദൈവം തന്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ആവശ്യങ്ങളെ തീർത്തു തരും. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൽ 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. അപ്പൊ കൊടുക്കുന്ന, ലഭിക്കപ്പെടുന്ന ഒരു കാര്യത്തിനോട് ചേർത്ത് കൊടുക്കുന്ന ഒരു കാര്യം കൂടെ പറയുകയാണ്. ലഭിക്കപ്പെടുന്ന കാര്യത്തോടൊപ്പം തന്നെ കൊടുക്കുന്ന ഒരു കാര്യം കൂടെ പൗലോസ് അവിടെ ഉദ്ധരിച്ചു പറയുന്ന ഒരു വേദഭാഗമാണ്. അപ്പം
ദൈവത്തിന് ഇങ്ങോട്ട് തരാനും അങ്ങോട്ട് മറ്റൊരാൾക്ക് കൊടുക്കുവാനും, ഗീവിങ് ആൻഡ് ഷെയറിങ് എന്നാണ് നമ്മൾ കാണുന്നത്. വാങ്ങിക്കുന്നയാൾക്ക് കൊടുക്കത്തക്ക നിലയിൽ, ദരിദ്രനാണോ ആ ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് കഴിയും. സമ്പന്നനായി കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണമെന്ന ഒരു സന്ദേശം കൂടെ ആ ഭാഗത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി കരുതും. എന്താണ് നമുക്ക് വേണ്ടി കരുതേണ്ടത്? ഈ കാലഘട്ടത്തിൽ കരുതേണ്ട ഒത്തിരി കാര്യങ്ങൾ കരുതേണ്ടതുണ്ട്, ദൈവം തരേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് സമാധാനം തരണം. നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ദൈവത്തിൽ ഇട്ടുകൊള്ളുന്ന പറയുമ്പോൾ ചിന്തയും ആകുലതയുമുണ്ട്. സമാധാനമില്ലാതെ ഉഴലുന്ന മനുഷ്യരുണ്ട്. അവരെ നോക്കി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം. ലോകം തരുന്നത് പോലെയല്ല, ലോകം തരാത്ത നിത്യമായ സമാധാനം നിങ്ങൾക്ക് നൽകാം. ഈ കാലഘട്ടത്തിൽ സമാധാനം വലിയ ആവശ്യമാണ്. വിശ്വാസികളുടെ വീട്ടിൽ പോലും സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ്. ലോകത്തിൽ എവിടെ നോക്കിയാലും സമാധാനമില്ലാത്ത അന്തരീക്ഷമാണ്. ഈ കാലഘട്ടത്തിൽ അതിപ്രധാനമായി ആവശ്യമുള്ളതാണ് സമാധാനം വേണം. ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ജനമെല്ലാം അസമാധാനത്തോടെ ജീവിക്കുക. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരിക. ലോകത്തിൽ കർത്താവിനല്ലാതെ മറ്റാർക്കും സമാധാനം തരുവാൻ കഴിയുകയില്ല. വേറെ ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. ലോകത്തിൽ സമാധാനം തരാമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ ആചാര്യനായ അല്ലെങ്കിൽ ഗുരുവായ ഒരാൾ നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ക്രിസ്തുവിന്റെ സമാധാനം. എന്താണ് ക്രിസ്തുവിന്റെ സമാധാനം? ജീവിതത്തിൽ വഴിയറിയാതെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലക്ഷ്യബോധം നൽകുകയും, സമാധാനമില്ലാതെയാണല്ലോ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ആളുകൾ പോകുന്നത്, അവർക്ക് തന്റെ സമാധാനവും കർത്താവ് നൽകുകയാണ്. എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് സമാധാനം. ഈ സമാധാനം എങ്ങനെയാ കിട്ടുന്നത്? യേശുവിനെ അംഗീകരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഈ സമാധാനം കൊടുക്കുകയാണ്. ഈ ലൈവിൽ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റെപ്പോഴെങ്കിലുമോ ഈ ഫേസ്ബുക്ക് പേജിൽ കയറി കാണുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് സ്നേഹത്തോട് പറയട്ടെ, കർത്താവ് നമുക്ക് സമാധാനം നൽകുവാനിടയായി തീരും. നമ്മുടെ കർത്താവിനല്ലാതെ മറ്റാർക്കും സമാധാനം തരുവാൻ കഴിയത്തില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും വഴി അടയപ്പെടുമ്പോൾ അത് ഏത് നിലയിലുമാകട്ടെ സമാധാനമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് ജനത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് രക്ഷയെ ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും കർത്താവ് സമാധാനം കൊടുക്കുക. സമാധാനം പ്രാപിക്കുന്ന എങ്ങനെയാ? കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും സമാധാനം നൽകുകയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് സമാധാനമില്ലാതെ മരണത്തെ കാണുവാൻ അല്ലെങ്കിൽ മരിക്കണമെന്ന് കരുതി ഒരു തുണ്ട് കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ പോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ 25 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുയേശുവിനെ കണ്ടുമുട്ടിയത് മുഖാന്തരമായി നിത്യരക്ഷ എന്റെ ജീവിതത്തിൽ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ സമാധാനത്തിന് മറ്റൊരിടത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. സമാധാനത്തിന്റെ ദൈവം ഇന്ന് രാത്രി വരെയും ആ സമാധാനം നൽകി കർത്താവ് ജയോത്സവമായി നടത്തുകയാണ്. പ്രിയരെ, അതുകൊണ്ട് സമാധാനമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമയാണോ, സമാധാനമില്ലാത്തൊരു ജീവിതമാണോ നയിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക. സമാധാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കരുതിയിരിക്കുക. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഒന്നാമത്തെ കാര്യം, സമാധാനം കർത്താവ് നമുക്ക് തരുന്നു. ഭൗതികമായതൊക്കെയും ദൈവത്തിന് തരാൻ നിശ്ചയമായിട്ട് കഴിയും. അതിന് പൗലോസ് പറഞ്ഞു, കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം, മഹിമാധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റും. ലോകത്തിലെ മനുഷ്യന് ഇഷ്ടംപോലെ ആവശ്യങ്ങളുണ്ട്. പണത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരാൻ ദൈവത്തിനൊരു സെക്കൻഡ്. എന്നാൽ പണത്തിന് തരാൻ പറ്റാത്ത ചിലതുണ്ട്.
പണം നിലച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട്. പണം നിലച്ചു പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ, ഒരു രോഗി അവൻ രോഗം കൊണ്ട്, അതിന് നല്ലൊരു ഉദാഹരണം നമ്മുടെ വേദപുസ്തകത്തിനകത്ത് കിടക്കുകയാണ്. 12 സംവത്സരമായ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, 12 സംവത്സരമായി അവൾക്ക് രക്തസ്രാവം എന്ന ഒരു രോഗം. ഈ രോഗം കൊണ്ട് അവൾക്ക് വളരെ കഷ്ടപ്പെടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ഏറിയൊന്ന് വൈദ്യന്മാർക്ക് കൊടുത്തു, എന്നിട്ടും അവളുടെ രോഗം ശമിച്ചില്ല, അല്ലെങ്കിൽ രോഗസൗഖ്യം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കെ യേശുവിന്റെ വസ്തുത അവൾ കേട്ടു. യേശുവിന്റെ അടുക്കിലേക്ക് അവൾ വന്നു. അവൾ പണം കൊണ്ടല്ല യേശുവിന്റെ അടുക്കൽ വന്നത്, അവൾ അവളുടെ ആരോഗ്യം കൊണ്ടല്ല യേശുവിന്റെ അടുക്കൽ വന്നത്, അവൾ അവളുടെ ജീവിതത്തിലെ ഒന്നും കൊണ്ടല്ല യേശുവിന്റെ അടുക്കൽ വന്നത്. യേശുവിന്റെ അടുക്കൽ അവൾ വന്നത് ബലഹീനയായിട്ടാണ്. അവൾക്കാകെ യേശുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന വിശ്വാസം മാത്രമാണ്. അവൾ വിശ്വസിച്ചത് ഇങ്ങനെയാണ്: യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കപ്പെടുവാനിടയായിത്തീരും. യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ ഞാൻ തൊട്ടാൽ, അല്ലെങ്കിൽ ആ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ ഞാൻ തൊട്ടാൽ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെടുമെന്ന് നമുക്കറിയത്തില്ല. യേശുവിൽ നിന്ന് ഒരു അസാമാന്യമായ എന്തോ ഒരു ശക്തി പുറപ്പെടുമെന്ന് നമുക്കറിയത്തില്ല. യേശു അവളെ എങ്ങനെയാണ് സൗഖ്യമാക്കുന്നുള്ള തിയോളജിപരമായ കാര്യം അവൾക്ക് അറിയത്തില്ല. യേശു ഏതു നിലയിൽ അവളെ സൗഖ്യമാക്കുമെന്ന് അവൾക്ക് അറിയത്തില്ല. പക്ഷെ അവൾ ഒരു കാര്യം വിശ്വസിച്ചു: യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ യേശു എനിക്ക് സൗഖ്യം തരും. കർത്താവ് കരുതിയിരിക്കുകയാണ് സൗഖ്യം. ലോകത്തിലുള്ള ഏതു മനുഷ്യനും യേശുവിന്റെ അടുക്കൽ നിർമ്മലമായ ഒരു മനസാക്ഷിയോടെ, യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശു സർവശക്തനായ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവിനല്ലാതെ മറ്റാർക്കും സൗഖ്യം തരുവാൻ കഴിയത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട്, കാരണം അങ്ങനെ ആ സ്ത്രീ അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിച്ചത്. കാരണം ഏറിയൊന്ന് വൈദ്യന്മാർക്ക് കൊടുത്തു. ഒത്തിരി ധനമുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. അവരെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർക്ക് കൊടുത്തു. ഇത് എഴുതിയിരിക്കുന്ന ഡോക്ടറായ വൈദ്യനായ ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. എഴുതുമ്പോൾ പറയുകയാണ്, ഏറിയൊന്ന് വൈദ്യന്മാർക്ക് കൊടുത്തു. എങ്ങനെയാണ് ഈ രോഗം സൗഖ്യമാക്കുന്നതെന്നും ഒരു രോഗിയെ സൗഖ്യമാക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുമെന്നൊക്കെയുള്ള ആ മനുഷ്യൻ ഈ ഒരു സ്ത്രീയെ കുറിച്ച് എഴുതാതെ എങ്ങനെയാണ് പോകുന്നത്? കാരണം കർത്താവ് ആരാണെന്നൊന്ന് പരിചയപ്പെടുത്തുവാൻ ആ മനുഷ്യൻ എഴുതിയ ഒരു കാര്യം എങ്ങനെയാണ്: 12 സംവത്സരമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്ന് വിശ്വാസത്തോടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചു കൊണ്ടുവന്നു. അഗ്രത്തിൽ തൊട്ടു. സാധ്യതകളും അസാധ്യതകളും ഒക്കെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ സ്ത്രീക്ക് വിഷയമല്ലായിരുന്നു. അവൾ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ടു. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തമായ ഒരു പദം ഇങ്ങനെ ഇരിക്കുന്നു: യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതുവരെ ഞാനിന്ന് രാത്രി, അല്ലെങ്കിൽ ഞാൻ ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതുവരെ മറ്റാർക്കും കൊടുക്കാതെ കരുതി വെച്ച ഒരു ശക്തി പലരെയും യേശു തൊട്ട് സൗഖ്യമാക്കിയിട്ടൊക്കെ ഉണ്ട്. പലരെയും കർത്താവ് കുരുടനെ കാഴ്ച കൊടുത്തു, ഊമനെ സംസാരിക്കുമാറാക്കി, വരണ്ട കയ്യനെ സൗഖ്യമാക്കി, നിരവധി ആളുകളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അതെല്ലാം കർത്താവ് തൊട്ടും നോക്കിയും കണ്ടുവെക്കുകയാണ്. പക്ഷേ രക്തസ്രാവക്കാരിയുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. യേശുവിന്റെ ശക്തി അതുവരെ മറ്റാരിലേക്കും പുറപ്പെട്ടത് വേറൊരു നിലയിലാണെങ്കിലും, ഇത് വസ്ത്രത്തിൽ തൊട്ട ക്ഷണത്തിൽ തന്നെ യേശുവിൽ നിന്ന് ഈ ശക്തി പുറപ്പെട്ടു പോയി. അതുവരെ ഞാൻ ഇങ്ങനെയൊന്ന് പറയാൻ ആഗ്രഹിക്കാം, അതുവരെ മറ്റാർക്കും ഇത് പ്രാപിക്കാൻ കഴിയാതെ കർത്താവ് മാത്രം ഇത് സ്വരൂപിച്ച്, കർത്താവ് മാത്രം അത് തന്നിൽ തന്നെ ഒതുക്കി അങ്ങനെ വെച്ചിരുന്ന ആ ശക്തിയെ പിടിച്ചു വാങ്ങി സൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തിയാണ് 12 സംവത്സരം രക്തസ്രാവം ഉണ്ടായിരുന്ന ആ മാന്യ സ്ത്രീ. രാത്രി ഞാൻ പറയട്ടെ, കരുതി വെച്ചതിനെ പിടിച്ചു വാങ്ങിച്ച ഒരു വ്യക്തിത്വമാണ് ആ സ്ത്രീ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ. കർത്താവിൽ ചിലത് കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അത് സ്നേഹത്തോടെ പിടിച്ചു വാങ്ങുവാൻ, ഇന്ന് രാത്രി അത് കൈവശമാക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? ഇന്ന് രാത്രി ആരാണത് പിടിച്ചു വാങ്ങുന്നത്? വൈദ്യന്മാർക്ക് സകലതും കൊടുത്തു, അവർക്ക് കഴിഞ്ഞില്ല ഇതിന് സൗഖ്യം കൊടുക്കുവാൻ.
അവർക്ക് ഈ രക്തസ്രാവം എന്ന രോഗത്തെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശുവിനെ കുറിച്ച് അമാന്യ സ്ത്രീ കേട്ട് അവർ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടു. ക്ഷണത്തിൽ ശക്തി പുറപ്പെട്ടു. ക്ഷണത്തിൽ ബാധ മാറി. ക്ഷണത്തിൽ അവൾക്ക് രോഗസൗഖ്യമുണ്ടായി. നോക്കിയാട്ടെ, എല്ലാം എത്ര പെട്ടെന്നാണ് സംഭവിച്ചത്. കർത്താവ് കരുതി വെച്ചത്, കർത്താവിലുണ്ടായിരുന്ന ശക്തി വേഗത്തിൽ പുറപ്പെട്ടപ്പോൾ ക്ഷണനേരം കൊണ്ട് ജീവിതം മുഴുവനും മാറി മറിയുവാനിടയായി. കർത്താവിന്റെ അടുക്കൽ വന്നാൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒറ്റ സെക്കൻഡ് മതി മുഴുവനും മാറി മറിയാൻ. കർത്താവിന് കഴിയാത്ത കാര്യമില്ല. കർത്താവിന് കഴിയാത്ത കാര്യമില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ കരുതി വെച്ചിരിക്കുക. തന്റെ ശക്തി ഈ രക്തസ്രാവക്കാരി സ്ത്രീയുടെ മേലേക്കൊന്ന് പകരാൻ വേണ്ടി കർത്താവ് കരുതി വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്കൊക്കെ വേണ്ടി കരുതി വെച്ചിരിക്കുകയല്ലേ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിലയിലാണ് കരുതി വെച്ചിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ നിലയിൽ കരുതി വെച്ചിരിക്കുക. രക്തസ്രാവക്കാരിക്ക് വേണ്ടി കരുതി വെച്ചത് തന്റെ മേലുണ്ടായിരുന്ന ശക്തി. രാത്രി ഞാൻ സ്നേഹത്തോടു കൂടെ പറയട്ടെ, ഈ ശക്തി നമ്മുടെ മേൽ വന്നാൽ വലിയ ചേഞ്ച് വരികയാണ്. ടോട്ടൽ ചേഞ്ച് വരികയാണ്. ഈ ശക്തി നമ്മുടെ മേൽ വന്നാൽ പിന്നെ ആകുലതകളില്ലല്ലോ. ഈ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാരമില്ലല്ലോ. ഈ ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയുന്ന ആവശ്യമില്ലല്ലോ, ആകുലപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. പലതിനെയും ചൊല്ലി പലരും വിലപിക്കുന്നത് പോലെ വിലപിക്കണ്ടല്ലോ. മരണത്തെ പോലും അതിജീവിക്കുവാൻ കഴിയുന്നത് കർത്താവിലുണ്ടായിരുന്ന ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോഴാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ ഈ സ്ത്രീക്ക് വേണ്ടി അത് കരുതി വെച്ചു. കരുതി വെച്ചിട്ട് അത് പുറപ്പെടുവിച്ചു തക്ക സമയത്ത്. വീട്ടിലിരുന്നപ്പോൾ കൊടുത്തില്ല, വഴി കൂടെ വന്നപ്പോൾ കൊടുത്തില്ല. തന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശുവിന്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിക്കും ഇത് കൊടുക്കാൻ കർത്താവ് സന്മനസ്സായി നിൽക്കുകയാണ്. എപ്പോ വേണേലും ഇത് കൊടുക്കാം. അതിന്റെ സമയങ്ങളൊന്നുമില്ല, അതിന് സമയമൊന്നുമില്ല. ഈ സ്ത്രീ വന്ന സമയം എപ്പോഴാണ് നമുക്കറിയത്തില്ലല്ലോ. ഏതോ ഇന്ന സമയത്താണ് വന്നതെന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ നമുക്കറിയത്തില്ല എപ്പോഴാ വന്ന സമയമെന്ന്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എപ്പ വന്നാലും ഇത് കൊടുക്കാൻ തയ്യാറാക്കി കർത്താവ് വെച്ചിരിക്കുക. ആ ശക്തി തന്റെ മേൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ അവള് വൈദ്യന്മാരുടെ അടുക്ക പോയി നല്ല എഴുതിയിരിക്കുന്നു. ബാധ അവളെ വിട്ടുമാറി. ഈ ശക്തിക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന ചിലതിന് ചില ബാധകളെ മാറ്റാൻ പറ്റും. നാളുകളായി വർഷങ്ങളായി ചികിത്സിച്ചിട്ടും ഭേദം വരാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കർത്താവിന്റെ അടുക്കിലേക്ക് വാ. കർത്താവിൽ നിന്ന് ഈ ശക്തി പുറപ്പെട്ടാലുണ്ടല്ലോ, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന അഭിഷിക്തന്മാരുടെ അടുക്കൽ, ദൈവസഭയിൽ ദൈവദാസന്മാരുടെ അടുക്കൽ നിങ്ങൾ വാ. അവർ കരം വെച്ച് പ്രാർത്ഥിക്കട്ടെ. അവരുടെ മേൽ പരിശുദ്ധ ശക്തിയുണ്ട്. അവരുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുക. അതൊരു ദൈവവൈതലാകട്ടെ, അതൊരു സാധാരണ വ്യക്തിയാകട്ടെ, യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, അതൊരു സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, ഒരു മാതാവാകട്ടെ, ഒരു കുഞ്ഞാകട്ടെ, ആരുമാകട്ടെ, പ്രിയരെ, കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ ശക്തി അവരുടെ മേലുണ്ട്. പ്രാർത്ഥിക്ക്. ഏറിയോന്ന് വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് ധനം നഷ്ടമായ പ്രിയപ്പെട്ടവരെ, ധനത്തെ മടക്കിത്തരാന്ന് മാത്രമല്ല, നിന്നെ രോഗിയാക്കി മാറ്റുന്ന, നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിന്നെ വ്യാകുലപ്പെടുത്തുന്ന ആ രോഗാത്മാവിനെ കൂടെ പുറത്താക്കുവാൻ ദൈവത്തിന് കഴിയും. ഇനി നീ ഈ രോഗം കൊണ്ട് പോണമെന്നല്ല, ഇനി രോഗമില്ലാതെ നീ പോണമെന്ന. ഇനി ഒരിക്കലും ഇത് വരരുതെന്ന്, ഇനി ഒരിക്കലും ഇത് നമ്മെ അസ്വസ്ഥപ്പെടുത്തരുതെന്ന്, ഇനി ഒരിക്കലും ഡോക്ടർമാർക്ക് പണം കൊടുക്കാൻ പോകരുതെന്ന് അങ്ങനെ വിചാരിച്ച കർത്താവ് കൊടുത്ത്. കർത്താവ് അങ്ങനെ ആ സ്ത്രീയെ കരുതി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ. 100 കേസുകൾ ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. എന്നാൽ അതിലേക്ക് പോകുന്നില്ല. നോക്കിയാട്ടെ, ദൈവം കരുതുന്ന എത്ര കാര്യമായിട്ട്, എത്ര കൃത്യമായിട്ടാണ് ദൈവം കരുതിയിരിക്കുന്നത്. തന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. അവൻ കരുതുന്ന ദൈവമാണ്. കരുതുവാൻ, അതുകൊണ്ട് പൗലോസ് പറയുന്നത്, തന്റെ മഹിമാധനത്തിനൊത്തവണ്ണം ദൈവത്തിനൊരു
അന്തസ്സുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനൊരു മാന്യതയുണ്ട്. മാന്യതയ്ക്ക് അനുസരിച്ച ദൈവം പ്രവർത്തിക്കുന്നു. ഇനി അടുത്ത് പറയുന്നു ബുദ്ധിമുട്ടൊക്കെയും നമുക്ക് ആവശ്യമുള്ളത് എന്ന് നാം കരുതുന്നത് എല്ലാം, അതെന്താണോ അതെല്ലാം ദൈവത്തിന് നമുക്ക് വേണ്ടി തരുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി ദൈവം കരുതി വെച്ചിരിക്കുന്ന, ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ രാജ്യം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. അപ്പൊ മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവം ആരാണെന്ന് ഒരു അന്വേഷണം ഉണ്ടായാൽ എല്ലാം കിട്ടും. എന്തെല്ലാമാണോ ആവശ്യപ്പെടുന്നത് അതെല്ലാം തരാൻ ദൈവം ശക്തനാണെന്നാണ് ഇവിടെ പറയുന്നത്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും. നമുക്ക് എന്തെല്ലാമാണ് ആവശ്യമുള്ളത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുതെന്നൊക്കെ കർത്താവ് ഈ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയാണ്, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടരുത്, ഉണ്ണുന്നതിനെ കുറിച്ച് വിചാരപ്പെടരുത്, നിങ്ങൾ യാതൊന്നിനെയും കുറിച്ച് അങ്ങനെ നിരൂപിക്കുകയും വിചാരപ്പെടുകയും ഒന്നും ചെയ്യണ്ട. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുവാൻ അവൻ അത് അധ്വാനിക്കുന്നില്ലല്ലോ, അധ്വാനിക്കുന്നില്ല. എന്നാൽ അധ്വാനിക്കാതെ അതിനെ പുലർത്തുവാൻ ദൈവത്തിന് കഴിയും. പലതും ഓർത്ത് ഭാരപ്പെടുമ്പോൾ, പലതും ഓർത്ത് പ്രയാസപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അതിനെ ചൊല്ലി ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം കരുതി വെച്ചിരിക്കുക. ഞാൻ മറ്റൊരു കാര്യം ഇവിടെ പറയാം. ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 17-ാം അധ്യായത്തിന്റെ താഴത്തേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ, ശക്തനായ ഒരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ. ഏലിയാവിന്റെ കാലത്ത് ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ല, ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയാൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഞാൻ സേവിക്കുന്ന ദൈവം അങ്ങനെ ചെയ്യാൻ പോകുകയാണ്. എന്നിട്ട് ഈ മനുഷ്യനെ ദൈവം കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ ഓടിപ്പോയി ചൂരച്ചെടി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ചൂരച്ചെടിയുടെ അടുക്കിലേക്ക് ഓടിപ്പോകുകയാണ്. അവിടെ ഒരു തോടുണ്ട്, തോട്ടിലെ വെള്ളം കുടിക്കുന്നു, കാക്കി ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് തോടും പറ്റി. അത് കഴിഞ്ഞ് പറയാണ്, സാരാഫാത്തിലേക്ക് പോകുക. സാരാഫാത്തിൽ ഒരു വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ ദൈവം അയക്കുക. എത്രയോ വിധവമാരവിടെ ഉണ്ടായിരുന്നു, എത്രയോ സാധാരണക്കാരവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സാധാരണക്കാരും വിധവമാരുമായവരുടെ അടുക്കിലേക്ക് വിടാതെ, വേറെ ആരുടെയും അടുക്കൽ വിടാതെ, ഒരടയുണ്ടാക്കി മരിക്കുവാനായി ആഗ്രഹിച്ചിരിക്കുന്ന സാരാഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് ഏലിയാവിനെ ദൈവം അയക്കുക. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തൊരു കാര്യമായി ഇങ്ങനെ ചെയ്ത്, എന്ത് കാര്യമായി ഇങ്ങനെ. നമ്മൾ ലോകപരമായി ചിന്തിച്ചാൽ മരിക്കാതെ ആഹാരം ഇഷ്ടം പോലെ ഉണ്ടാക്കി സുഭിക്ഷമായി ജീവിക്കുന്ന, ഭർത്താവ് മരിച്ചുപോയ വിധവമാർ ഇഷ്ടം പോലെയില്ലേ, അങ്ങോട്ട് അയച്ചാൽ പോരായിരുന്നു. പല ആവർത്തി നമ്മളിങ്ങനെ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പരിശുദ്ധാത്മാവ് ഇടപെട്ടിയ ഒരു കാര്യം, കുഞ്ഞേ, സാരാഫാത്തിലെ വിധവയായി ദാരിദ്ര്യം പിടിച്ച് മരിക്കാനിരിക്കുന്ന ആ വിധവയുടെ വീട്ടിലെ കലത്തിലെ മാവാണ് എനിക്ക് വർദ്ധിപ്പിക്കേണ്ടത്. ആ വിധവയുടെ വീട്ടിലെ എണ്ണയാണ് എനിക്ക് വർദ്ധിപ്പിക്കേണ്ടത്. ആ വീട്ടിലെ ആ വിധവയെ എനിക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമുണ്ട്. ആ വീട്ടിലെ അമ്മയുടെ മകൻ മരിക്കാൻ വേണ്ടിയുള്ളവനല്ല, അവനെ എനിക്കിനിയും ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മറ്റുള്ള വിധവമാരുടെ വീട്ടിലൊക്കെ സമ്പത്തുള്ളത് കൊണ്ടും മാവുള്ളത് കൊണ്ടും എണ്ണയുള്ളത് കൊണ്ടും അവർക്കൊന്നും മരണം എന്ന് പറയുന്ന ഒന്നിലേക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മരിക്കാനിരിക്കുന്നവന്റെ അടുക്കിലേക്ക് ഞാൻ അയക്കുന്നത് എൻ്റെ പ്രവാചകനെയാണെന്ന് പറഞ്ഞ് ദൈവം അങ്ങോട്ട് അയക്കുകയാണ്.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മരണം ഒരു വലിയ കാര്യമായി ചിന്തിക്കുന്നവരുടെ അടുക്കിലേക്ക് യേശു തന്റെ സ്നേഹത്തെ, യേശു തന്റെ ദിവ്യമായ സ്നേഹത്തെ, അതൊരു പക്ഷെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരായിരിക്കാം, ഒരു ട്രാക്റ്റ് ആയിരിക്കാം, ദൈവവചനമായിരിക്കാം, നിങ്ങളുടെ കാതുകളിൽ എവിടെയെങ്കിലും കേൾക്കുന്ന ഒന്നായിരിക്കാം. അത് നിങ്ങളുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അല്ലെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നതിന് ദൈവത്തിന്റെ ഉദ്ദേശമുള്ളത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ഉദ്ദേശം നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ മരിക്കരുതെന്നാണ് കർത്താവിന്റെ ആഗ്രഹം. മരണം അവസാനത്തെ കാര്യമല്ല, മരണം ഒന്നിന്റെയും പരിഹാരമല്ല. മരണത്തെ മാറ്റി ജീവൻ തരാൻ കഴിവുള്ള കർത്താവ്, അവൻ കരുതി വെച്ചിരിക്കുന്ന ജീവൻ നിങ്ങൾക്ക് തരുവാൻ, നിത്യജീവൻ നിങ്ങൾക്ക് തരുവാൻ, നിത്യജീവന്റെ ഉടമകളാകുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിച്ചിട്ട് അയക്കുക. ഞാൻ പറയട്ടെ, മരിക്കാനായി ആഗ്രഹിച്ചിരിക്കുന്ന ആ വീട്ടിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ എല്ലാം സ്വാഭാവികമായ ചിന്തയിൽ വരുന്ന ഒരു കാര്യം, എന്തിനാ ആ വീട്ടിലേക്ക് അയച്ചത്? ആ വീട്ടിലേക്ക് അയച്ചതിന് കർത്താവിന് വലിയ പദ്ധതിയുണ്ടെന്ന്. ആ വീട്ടിലേക്കായിരുന്നല്ലേ കർത്താവ് അയക്കേണ്ടത്? വേറെ ഏത് വീട്ടിലേക്കാണ് അയക്കേണ്ടത്? ആ വീട്ടിലേക്ക് തന്നെയാണ്, ആ വീട്ടിലേക്ക് തന്നെയാണ് അവൻ പ്രവാചകനെ അയക്കേണ്ടത്. തന്റെ കാര്യത്തിനു വേണ്ടി മാത്രമല്ല, ആ വിധവിയുടെ കാര്യത്തിനു വേണ്ടി അറിയുന്ന ഒരു കർത്താവ്. മറ്റാരും അവളുടെ ജീവിതം അറിഞ്ഞില്ല, മറ്റൊരു വ്യക്തിയും അവളുടെ ജീവിതത്തെ കുറിച്ച് അറിഞ്ഞില്ല. അവൾ മരിക്കാൻ പോവുകയാണെന്ന് ആരും അറിഞ്ഞില്ല, അവിടെയുള്ള വേറെ ഒരു വ്യക്തിയും അറിഞ്ഞില്ല. മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഒരുപക്ഷെ നിങ്ങളോടായിരിക്കാം. ഇന്ന് രാത്രി ഈ സന്ദേശം അവൻ എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ, ഇന്ന് രാത്രി ഒരുപക്ഷെ നിങ്ങളുടെ വീടിനകത്തുള്ള അവൻ മറ്റാരെങ്കിലും ആയിരിക്കാം, ആരോടെങ്കിലും ആയിരിക്കാം. ഇന്ന് രാത്രി ഈ സന്ദേശം പറയുന്നത്, ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, മരണം പരിഹാരമല്ല, അവൻ നിത്യജീവൻ കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. അവൻ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് കർത്താവ് നൽകാൻ നിത്യജീവൻ അവൻ കരുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി അവൻ മരിക്കുവാനുള്ളവരല്ല, നമ്മൾ ജീവിക്കുവാൻ വേണ്ടി ജീവൻ നമുക്ക് തരുവാൻ, സമൃദ്ധിയായി നമുക്ക് ജീവൻ നൽകുവാൻ, സ്വർഗത്തിന്റെ മഹിമകളെ വിട്ട് താണലോകത്തിൽ ഇറങ്ങി വന്ന യേശു കർത്താവ് കരുതിയത് എന്താണെന്നറിയാമോ? നിത്യജീവൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുക. കാൽവരിയുടെ ഗിരിമുകളിൽ അവൻ തകർക്കപ്പെട്ടത് നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി അതുകൊണ്ട് സ്നേഹിതരെ, അവൻ മരണമല്ല, അവൻ നിത്യജീവനാണ് കർത്താവ് നമുക്ക് തരുവാനായി കരുതി വെച്ചിരിക്കുന്നത്. സാറാഫാത്തിലെ വിധവയും മരിക്കുമെന്നറിയാവുന്നത് കൊണ്ട് ആ അടയുണ്ടാക്കി കഴിച്ചാൽ അവര് മരിക്കും, മകനും മരിക്കും. അവരത് പറഞ്ഞല്ലോ, അവര് സാക്ഷ്യമായിട്ടത് പറഞ്ഞു, എന്റെ കുഞ്ഞു മരിക്കാൻ വേണ്ടിയിരിക്കുക. പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം ഇതാ, ഒരു കാര്യം ചെയ്യ, ആദ്യം എനിക്ക് ഒരടയുണ്ടാക്കി, ബാക്കി നമുക്ക് പരിഹരിക്കാം. ഇതുപോലെയാ കർത്താവ് പറയുന്നത്, ആദ്യം നീ എന്റെ അടുക്കൽ വാ, മുന്നമേ എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടെ സകലതും നിങ്ങൾക്ക് തരാം. ഇന്ന് രാത്രി ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ അത് അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ എന്നൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഒരടയുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് വേണമെങ്കിൽ സാറാഫാത്തിലെ വിധവയ്ക്ക് ചിന്തിക്കാമായിരുന്നു. അവരങ്ങനെ ചിന്തിച്ചില്ല, അവരങ്ങനെ ചിന്തിച്ചില്ല. അവര് ചെയ്ത കാര്യം ആ അടയുണ്ടാക്കിയാൽ കൊടുത്തു. ദൈവം കരുതുന്നുണ്ടോ കരുതിയിട്ടില്ലയോ എന്നൊന്നും അവർ വിചാരിച്ചില്ല. അടുത്ത സ്റ്റെപ്പ്, പ്രവാചകൻ ഇത് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അവർ നേരെ അടുക്കളയിലോട്ട് ചെന്നു. കലത്തിലെ മാവ് ഉണ്ടാക്കിയിരുന്ന ആ കലം മൂടി വെച്ച് കാണത്തില്ല. നമ്മുടെ സഹോദരിമാര് സാധാരണ അപ്പോ അടയോ ദോശയോ ഒക്കെ ചുടുമ്പോൾ നമുക്കറിയാമല്ലോ, മാവൊന്നും അങ്ങൊന്നും പോകാതെ ഈ അടുപ്പിനോട് ആ വെച്ചിരിക്കുന്ന ആ ചുടുവാൻ വെച്ചിരിക്കുന്ന ആ പാത്രത്തോട് അല്ലെങ്കിൽ ആ ചീനിച്ചട്ടിയോട് ചേർത്താ വെച്ചിരിക്കുന്ന, അടുപ്പിനോട് ചേർത്താ, കാരണം ഒന്നും പോകാതിരിക്കുക. അത് തുറന്നാ വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിലേ മൂടി വെക്കത്തുള്ളൂ, തുറന്നു വെച്ചിരിക്കുക. ഈ വിധവ നേരെ ചെന്ന് ഒരുപക്ഷെ ആ പാത്രത്തിലേക്ക് അങ്ങ് നോക്കി. അവരുടെ കണ്ണഞ്ചു, അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരത്ഭുതം അവിടെ നടന്നിരിക്കുകയാണ്. എന്താണ് അത്ഭുതം എന്നറിയാമോ? കലത്തിലെ മാവ് വർദ്ധിച്ചു വന്നിരിക്കുന്നു. പ്രിയരെ, എൻ്റെ കർത്താവിന് കഴിയാത്ത കാര്യമില്ല.
ഞാനിത് കൂടെ കൂടെ വായിച്ചെൻ്റെ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യും. എന്താ കാര്യമെന്നറിയാമോ? ഒരടയുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്ത മനസ്സ് അമ്മയ്ക്കുണ്ട്. നല്ലത്. അവിടെ കൊണ്ട് അടയുണ്ടാക്കി പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുപോയി ഏലിയാവിന് കൊടുത്ത് മടങ്ങി വന്നപ്പോൾ കലത്തിനകത്ത് അവൾക്കും അവളുടെ മകനും ഇനിയും ഒരടയും കൂടെ ഉണ്ടാക്കാനുള്ള മാവ് അതിനകത്തുണ്ട്. അതിനി ഒരു നേരത്തേക്കല്ല, എല്ലാ സമയത്തും എപ്പോഴൊക്കെ ആ മാവ് കൊണ്ട് അടയുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ അതവിടെ ഉണ്ടാകുക. ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ദൈവം ആരാന്നൊരു സർവശക്തനായ ദൈവമാണ്. നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. അവൻ കരുതിയത് കണ്ടോ? നിന്റെ കൊച്ചു കലം പോലും അറിയുന്ന ഒരു കർത്താവിനെയാണ് അവൻ. ഹല്ലേലൂയ. ആ കലത്തിലെ മാവ് ഭരണിയിലെ എണ്ണ കർത്താവ് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവൻ ഒരു ചകിരിത്തുന്റെ തുണ്ടിൽ അവൻ പൂത്തെടുത്ത ആ എണ്ണയെ ആ ഭരണിക്കകത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ, പ്രതീക്ഷിക്കാത്തതിന്റെ അപ്പുറത്തേക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, എന്റെ കർത്താവിന് കഴിയാത്ത കാര്യമില്ല. അവൻ കരുതുന്ന ദൈവമാ. ഏതു സാഹചര്യത്തിലും ഇറങ്ങി വന്ന് കരുതുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും ആ കർത്താവിന്റെ മേലിട്ടുകൊള്ളി. തന്റെ അനുഭവത്തിൽ നിന്നാണ് താൻ പറഞ്ഞത്. ഒരു ചെറിയ കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പത്രോസ്ലീഹ ഇത് പറയാനുള്ള ഒരു കാരണം, ഒരിക്കൽ തന്റെ പടകിൽ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു. ഇതും ലൂക്കോസ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചു. പത്രോസ് തന്നെ പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്. യേശു പറഞ്ഞപ്പോൾ ആഴങ്ങളിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥാ, ഞങ്ങൾ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഈ ഗലീലാക്കടലിന്റെ സകല ഇടവും എനിക്കറിയാം. ഞാൻ ഈ ഗലീലാക്കടലിൽ മീൻപിടുത്തത്തിൽ PhD എടുത്ത മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എല്ലാ കാര്യവും അറിയാം. അങ്ങ് പറയുകയാണ് വലയിറക്കാൻ. അങ്ങയെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങയുടെ പ്രസംഗം കേട്ടപ്പോൾ അങ്ങയോട് എനിക്കൊരു വലിയ, അങ്ങ് നല്ലൊരു ഗുരുവാണെന്ന് എനിക്ക് തോന്നി. നല്ല പ്രസംഗം. അങ്ങയുടെ ആ വാക്കുണ്ടല്ലോ, ആ വാക്കിന് ഞാൻ വലയിറക്കാം. പക്ഷേ കഴിഞ്ഞ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാണ്. ഈ ഗലീലക്കടലിൽ ഒരു മീനും ഇല്ല. ഇപ്പോൾ മീൻ വരുന്ന സമയമല്ല, മീൻ കയറുന്ന സമയമല്ല, വലയ്ക്കകത്ത് മീൻ കയറുന്ന സമയമല്ല. ഞാൻ ഈ എറണാകുളത്ത് താമസിക്കുന്ന, ഇതിൻ്റെ അടുത്ത് കായലുണ്ട്, കടലുണ്ട്. അപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്ന സഹോദരങ്ങളോടുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിനൊരു പാകവും പക്കവും ഒക്കെ ഉണ്ട്. ഈ മീൻ കയറുകയും ഈ മീൻ കിട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ട്. ചാകര എന്നൊക്കെ നമ്മൾ പറയുന്നത്, അത് ഒത്തിരി മീൻ കിട്ടുമ്പോൾ അല്ലാത്ത സമയങ്ങളിൽ അതിന് ചില സമയമുണ്ട്. അപ്പോഴേ മീൻ കിട്ടത്തുള്ളൂ. ഞങ്ങൾ ഈ സമയം ഒന്നും നോക്കിയില്ല, എല്ലാ സമയം വീശി. കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങൾ വീശി, ഒരു മീനും കിട്ടിയില്ല. എന്നാൽ അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കും. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ വലയിറക്കാം. അങ്ങനെ പത്രോസ് വലയിറക്കുകയാണ്. ഗലീലാക്കടലിൽ മീനില്ലെന്ന് പറഞ്ഞ, ഗലീലാക്കടലിന്റെ ഓരോ ഓളങ്ങളെയും തിരിച്ചറിയുന്ന, ഗലീലാക്കടലിന്റെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന പത്രോസിന്റെ വല ആഴത്തിലോട്ട് ഇറങ്ങിച്ചെന്നപ്പോൾ കഴിഞ്ഞ രാത്രി മുഴുവനും പത്രോസിന്റെ വലയിൽ കയറാതെ മാറി നിന്ന, പത്രോസിന്റെ വലയെ ഇഷ്ടപ്പെടാതെ മാറി നിന്ന മീൻകൂട്ടം വലയ്ക്കകത്തേക്ക് പ്രവേശിക്കുവാനിടയായി. ഇന്ന് രാത്രി ഞാനൊരു സന്ദേശം പറയട്ടെ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, മാറി നിൽക്കുന്ന ചിലത് ചില മീനുകൾ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന, ദൈവവചനം കേട്ടിട്ട് മാറി നിൽക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ. അവൻ നിന്റെ വലയ്ക്കകത്തേക്ക് കയറുവാൻ, നീ ഇടുന്ന നെറ്റ് വലയ്ക്കകത്തേക്ക്, നീ ഇടുന്ന എല്ലാ വലകളിലേക്കും അവൻ കയറുവാൻ തക്ക നിലവാരത്തിലേക്ക് ആ മീനുകളുടെ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് പത്രോസിന്റെ വലയ്ക്കകത്തേക്ക് വന്നു കയറുവാൻ അവന്റെ പ്രയാസം അനുഭവിച്ച, വേദന അനുഭവിച്ച മനുഷ്യനെ കണ്ടിട്ട് അരിമനാഥൻ അവന് വേണ്ടി കരുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതിയിട്ടുണ്ട്. ഒരിക്കൽ പത്രോസ് വന്ന കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, ഞാൻ
പോയപ്പോൾ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു മുമ്പേ പോയപ്പോൾ, ഇവിടെ ടാക്സ് പിരിക്കുന്നവർ വന്ന് പറഞ്ഞു, നിന്റെ ഗുരു ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ല, പണം അടയ്ക്കാൻ പറഞ്ഞു. പത്രോസ് ഓടി യേശുവിന്റെ അടുക്കിലേക്ക് യേശുവിനോട് പറഞ്ഞു, ദേ ഇന്നപോലെ എന്നെ കണ്ടു പറഞ്ഞു. നമ്മൾ എന്തു ചെയ്യണം? അതാണ് ചോദ്യത്തിന്റെ ആഴം. കർത്താവ് ഒരൊറ്റ കാര്യം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, വീട്ടിൽ പോയി ചൂണ്ടയെടുത്തുകൊണ്ട് വന്ന് കടലിട്. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ്ക്കകത്ത് ചതുർദ്രഹ്മപ്പണം ഉണ്ടാകും. അടുത്ത പദമാണ് ശ്രദ്ധിക്കേണ്ടത്. പത്രോസേ, ആദ്യം നിനക്കും പിന്നെ എനിക്കും നീ കരമടച്ചു. പത്രോസ് കരമടച്ചിട്ടില്ലെന്ന് അറിയുന്ന ഒരു നാഥനാക്കും നമ്മുടെ കർത്താവ്. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടില്ല എന്നറിയുന്നവൻ, നമുക്കെന്തു വേണമെന്നറിയുന്നവൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശത്തെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നമ്മെ അറിയുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ചൊല്ലുന്ന കരുതിയിട്ടുണ്ട്. ചതുർദ്രഹ്മപ്പണം പത്രോസിനും കൂടെ ഉള്ളത് മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കരുതിയവനാ നമ്മുടെ കർത്താവ് എന്ന കാര്യം മറക്കരുത്. ഇന്ന് രാത്രി ആ നല്ല കർത്താവിന്റെ അടുക്കലാണ് ഈ രാത്രി നമ്മൾ അടുത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി പറയട്ടെ, നമ്മെ അറിയുന്ന, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന, നമുക്ക് വേണ്ടി സകലതും കരുതിയിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ 1-2 പോയിന്റ് ഒക്കെ എത്രയോ 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 അധികം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. അതെന്തുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏതാവശ്യവും, പൗലോസ് അതാണ് പറയുന്നത്. നമ്മുടെ ദൈവം ആരാണെന്നറിയോ? അവന്റെ മഹത്വത്തിനൊത്തവണ്ണം നമ്മുടെ ഏതാവശ്യത്തെയും അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ടെന്ന്. പ്രിയരെ, ഇന്ന് രാത്രി ഈ നല്ല സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനേലും ചൊല്ലി ഭാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. കരുതുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. അത് ഏത് സാഹചര്യത്തിലുള്ളവരാകട്ടെ, ഏത് നിലവാരത്തിലുള്ളവരാകട്ടെ, അവർക്ക് വേണ്ടി കർത്താവ് നിശ്ചയമായും കരുതും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മൾ ഭാരപ്പെടരുത്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു, നാം എല്ലാറ്റിനും ഒന്നിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെടേണ്ട. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുന്നെങ്കിൽ, ദൈവത്തോട് നമ്മൾ പറയുന്നുവെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ കർത്താവ് സാധ്യമാക്കി തരും. നിങ്ങളുടെ സകല ചിന്താകുലം അവന്റെ മേൽ ഇടും. അവൻ നമുക്കായി കരുതുന്ന ദൈവം. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. നമ്മുടെ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ തന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് തീർത്തു തരുന്നത്. അതുകൊണ്ട് തന്റെ മഹത്വം നമുക്കിവിടെ ഒരു പ്രസംഗം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നുമില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കർത്താവിന്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ തീർത്തു തരും. ഇന്ന് രാത്രി ആ നല്ല കർത്താവ്